ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണത്തിന് ഒരുങ്ങുന്നു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയിരുന്നു 2019 കൊല്ലപ്പെട്ടത്. കൃപേഷും ശരത്ലാലും. തീർച്ചയായിട്ടും 14 പേര് ശിക്ഷിക്കപ്പെടുകയാണ്. ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ CPM പറഞ്ഞത് ആ 2 ചെറുപ്പക്കാരുടെ കൊലപാതകത്തിനകത്ത് അവർക്ക് പങ്കില്ല എന്നാണ്. ഒരു മുൻ MLA, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും DYFI-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും CPM-ന്റെ 2 ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത CPM എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും കൊലയാളി രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ, കൊലയാളികളെ സംരക്ഷിച്ചു നിർത്തുന്ന കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. 2 കോടിയോടടുത്ത് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം, CBI എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ 2 അമ്മമാർ, ആ അമ്മമാരുടെയും സത്യേട്ടനും കൃഷ്ണേട്ടനും അടക്കമുള്ള 2 പിതാക്കന്മാരുടെയും അമൃതയും കൃഷ്ണപ്രിയയും അടക്കമുള്ള 2 സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാനുകോടി രൂപ മുടക്കി കേരളത്തിലേക്ക് എത്തിച്ച, കോടതികളിലേക്ക് എത്തിച്ച രഞ്ജിത്ത് കുമാറും മനീന്ദർ സിംഗും അടക്കമുള്ള ആളുകളുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി ഇവിടെ തിരിച്ചറിയപ്പെടുകയാണ്. സർക്കാർ എന്ത് നാറിയ കളികൾ കളിച്ചു. കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ, അദ്ദേഹം ആലോചിക്കേണ്ടത്, കോൺഗ്രസിനോടൊപ്പം നിന്ന കുടുംബത്തിന്റെ വിശ്വാസ്യത മുഴുവൻ നേടി ചീമേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയയിൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വക്കീൽ പ്രൊഫഷൻ ആ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം പോയ ആ വക്കീൽ നടത്തിയിട്ടുണ്ട്. ഇനിയും തൊട്ട് ശ്രീധരൻ വക്കീൽ കഴിക്കുന്ന ഓരോ വറ്റ് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും തകർന്നു തെറിച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റുകാർക്ക് കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഈ വിഷയത്തിനകത്ത് കുടുംബവും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട്, CBI-യെ കൊണ്ടുവരുന്നതിനകത്ത് എന്തിനാണ് CBI കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അന്വേഷിച്ച കേസിനകത്ത് ഒരിടത്തും മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ CBI വന്ന് നടത്തിയ അന്വേഷണം, അത് പാർട്ടിയും ആ കുടുംബവും നടത്തിയ നിയമപോരാട്ടത്തിലൂടെ ഈ കോടാനുകോടിയുടെ പൊതുഖജനാവിലെ പണമെടുത്ത് അപ്പുറത്ത് തുലാസിൽ വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടി പ്രവർത്തകർ പിരിച്ചു കൊടുത്ത ആ പണം കൊണ്ടുവന്ന അഭിഭാഷകർ നടത്തിയ നിയമപോരാട്ടത്തിൽ CBI വരികയും ആ CBI-യുടെ ഫൈൻഡിങ്സിനനുസരിച്ചാണ് കുഞ്ഞിരാമൻ അടക്കമുള്ള കൊലയാളികളെ സംരക്ഷിച്ച നേതാക്കന്മാർക്കെതിരായിട്ട് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുള്ളത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രതിക്ക്, ഇതിനകത്ത് ചില പ്രതികളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുടെ കല്യാണം ഉണ്ടായിട്ടുണ്ട്, ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കല്യാണത്തിനും മരണത്തിനും പോലും ഈ കൊലയാളികളെ ജാമ്യത്തിൽ വിടാതിരിക്കുവാൻ വേണ്ടുന്ന നിയമ പോരാട്ടവും ജാഗ്രതയും പ്രസ്ഥാനം നടത്തിയതിനകത്ത് ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനമാണുള്ളത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചെയ്യുന്ന ആളുകൾക്ക് നീതി കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന കേസുകൂടിയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ കേസ്. തീർച്ചയായിട്ടും നമ്മളത് നിയമ പോരാട്ടം തന്നെ നടത്തും. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമായും നിയമപരമായും പോരാടി. രാഷ്ട്രീയമായ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഒരു കൊടിയൊന്ന് കെട്ടിയതിന്റെ പേരിലാണല്ലോ പാർട്ടി ഗ്രാമമായ പെരിയയിൽ ആ 2 ചെറുപ്പക്കാരെ
നിഷ്ഠൂരം കൊന്നത്. അവിടെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആ പഞ്ചായത്ത് ഇന്ന് UDF ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 14 പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനോടൊപ്പം രക്ഷപ്പെട്ട മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. എങ്ങനെയാണോ ഇതുവരെ ഈ കേസിനെ ഫോളോ അപ്പ് ചെയ്തത്, ഒട്ടും മടിയില്ലാതെ മടുപ്പില്ലാതെ ഞങ്ങൾക്ക് ഇപ്പുറത്ത് വെക്കാൻ കോടാനുകോടി രൂപയുടെ ഖജനാവിലെ പൊതുപണമില്ല ചെലവഴിക്കാൻ. പക്ഷേ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ, അന്നന്നത്തെ പണിക്ക് പോകുന്നവർ, ആ പണിക്ക് പോകുന്നതിന്റെ ഒരു വിഹിതം കൊടുത്തിട്ടും ഞങ്ങൾ ഈ കേസിനകത്ത് വെറുതെ വിട്ട ആളുകൾക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടം തുടരും. അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ 2 ചെറുപ്പക്കാർ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ചെറുപ്പക്കാർ എന്നൊരു പ്രായത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുവാൻ പാടില്ല. ഞങ്ങളുടെ 2 ചെറുപ്പക്കാർ, ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ, ആ 2 സഹപ്രവർത്തകരെ കൊന്ന കേസിനകത്ത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു. ഒറ്റുകാരുടെ അവസ്ഥ എന്താ? അതാ ഞാൻ പറഞ്ഞത്. ശ്രീധരൻ വക്കീലിനെ നാടറിഞ്ഞത് ചീമേനി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ചീമേനി കേസിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ പെരിയക്കോസ് കേസിൽ ഒടുങ്ങിയില്ലേ? അതുതന്നെയാണ് ഒറ്റുകാരുടെ സ്ഥിതി, അതുതന്നെയാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ദിവസം കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടേണ്ടത്? ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, DYFI മുൻ ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ. ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത്? ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം CPM-നകത്തുണ്ടോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വലിയ പിന്തുണ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ആ പണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ കോടതിയിൽ ചെലവഴിച്ച പൊതുഖജനാവിലെ പണം തിരിച്ചടയ്ക്കേണ്ട ആ പാർട്ടി, തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരോട്. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് CBI കൊണ്ടുവരാതിരുന്നു. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? CBI വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ. അതിനകത്ത് CPM-ന് എന്താ പറയാനായിട്ടുള്ളത്? ഇത് CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിലടക്കം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു പാർട്ടി, നാട് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പറയുക, നിങ്ങൾ ആളെ കൊന്നോളൂ, സംരക്ഷണമായി ഞങ്ങളുണ്ട്, അതിന് പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിനൊക്കെതിരെ ഉണ്ടായ വിധിയാണ്. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, 14 പ്രതികൾ മാത്രമല്ല, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്.